പൈസക്ക് ശരീരം വിറ്റ് നടക്കുന്നവർക്ക് പോലും നിന്നെക്കാളും അന്തസ്സുണ്ട്, മനസ്സിലായ? ഒരുത്തന്റെ റിലേഷൻഷിപ്പിൽ പോയിട്ട് അവന്റെ കൂടെ നിന്നും കൊണ്ട് വേറൊരുത്തനെ നോക്കി അല്ലെങ്കിൽ പലവന്മാരോടെ ചെന്ന് കിടന്നിട്ട് ചോദിക്കുമ്പോൾ പറയണ ന്യായം എന്ന് പറഞ്ഞ ഇതാണ്, പാസ്റ്റിൽ എന്റെ റിലേഷൻഷിപ്പ് അവൻ എന്നെ അത്രയ്ക്ക് ഞാൻ അവനെ സ്നേഹിച്ചിട്ട് അവൻ എന്നെ പട്ടിയാക്കിയിട്ട് പോയോണ്ടാണ് ഞാൻ ഈ കണ്ണി കണ്ട എല്ലാ ഉമാരുടെയും ചെന്ന് കിടന്നു കൊടുക്കണേന്ന് പറയണില്ലേ? അതൊന്നും ഒരു ന്യായമല്ല, മനസ്സിലായ? അതൊക്കെ ശുദ്ധ തന്തയില്ലായ്മയാണ്. കണ്ണി കണ്ടവന്മാർക്കൊക്കെ ചെന്ന് കിടന്നു കൊടുത്തിട്ട് അതിന്റെ കാരണം എന്തെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പാസ്റ്റിലെ റിലേഷൻഷിപ്പ് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്ന് പറയണ കാളിയൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ശരി, നീ അങ്ങനെ കാളിയടിച്ച് നടക്കാൻ തീരുമാനിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് നല്ലൊരു പയ്യന്റെ ജീവിതത്തിൽ പോണത്? അവന്റെ മനസ്സമാധാനം കൂടി കളയാൻ, അവന്റെ റിലേഷൻഷിപ്പിൽ അവനെ സ്നേഹിക്കാം, അവനോട് ജീവിക്കാന്ന് പറഞ്ഞ് അവന്റെ ഹോപ്പ് കൊടുത്ത് പിടിച്ച് നിർത്തിയിട്ട് നീ ഉള്ള കാളിത്തരം മൊത്തം കാണിച്ചു നടന്നിട്ട് ലാസ്റ്റ് അവന്റെ കാളിത്തരം തൂക്കണ സമയത്ത് നീ പറയണത് ഇതാണ്, എടാ എന്റെ പാസ്റ്റുള്ള റിലേഷൻഷിപ്പ് കാരണമാണോടാ, ഓടാ അവൻ ഇത്ര നീളമുള്ള സാധനം ഉണ്ടായിരുന്നടാ, അവൻ എന്നിട്ട് എന്നെ തേച്ച്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടവന്മാരെല്ലാം സാമാന്യമായിട്ടുണ്ട് നടന്നേടാ. ഒരാൾ നിന്നെ തേച്ചെന്നും പറഞ്ഞും കൊണ്ട് അത് നിനക്ക് കണ്ടവന്മാരുടെ അടുത്ത് എല്ലായിടത്തും പോയി കാളി അടിച്ച് ജീവിക്കാനായിട്ടുള്ള ലൈസൻസ് അല്ല. ഒരു തേപ്പ് കിട്ടുന്നത് കാളി അടിച്ച് നടക്കാനുള്ള ലൈസൻസ് ആണ്. സിറ്റുവേഷൻഷിപ്പ് കുണ്ണ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണ ഒരുത്തന്റെ കൂടെ തന്നെ ചെന്ന് കിടക്കുകയുള്ളൂ. ചെന്ന് കിടന്നിട്ട് അവനും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, മനസ്സിലായ? ആ ഒരു പെണ്ണ് ഇവനെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കണം, ഇവന്റെ കൂടെയാണ് ഇവള് ചെന്ന് കിടക്കണം. എന്നിട്ട് ഇവള് പറയണ ന്യായം ഇവക്കൊരു തേപ്പ് കിട്ടി, അതുകൊണ്ടാണ് അവളിങ്ങനെ കാളിയായിപ്പോയി. അവൾക്ക് കിട്ടിയത് തന്നെ അല്ലേ അവള് വേറൊരു പെങ്കൊച്ചിനും കൊടുത്തോണ്ടിരിക്കണം, ആരെന്ന് പോലും അറിഞ്ഞൊരു പെങ്കൊച്ചിന്, മനസ്സിലായ? ഇതൊക്കെ കാണിക്കുന്നത് പുന്നാര മോളെ ഒറ്റ തന്തയല്ല 10 തന്ത അതിന്റെ ഗുണമാണ് നീ കിടന്ന് കാണിക്കണം. എന്നിട്ട് ഊമ്പിത്തരമൊക്കെ കയ്യോടെ പൊക്കുമ്പോഴത്തേക്കും നീ എന്തിനത് കാണിച്ചും ചോദിക്കുമ്പോഴത്തേക്കും അവസാനമായിട്ട് പറഞ്ഞ കാര്യം ഇതാണ്, എടാ എന്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് കാരണമുണ്ട്, അവൻ എന്നെ തേച്ച കാരണമുണ്ടാ ഞാൻ ഈ എല്ലാവർക്കും വായിട്ട് ജീവിക്കണം. എടി പോടി പുണ്ടച്ചി മോളെ, വേറെ പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കും മയിൽ. ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തെ ഓർത്തി സിറ്റുവേഷൻഷിപ്പിലും പറയിലൊക്കെ ചെന്ന് അറ്റൻഡായിട്ട് നിൽക്കണ പെമ്പിള്ളേരുടെ ജീവിതത്തിലോട്ട് വലിച്ചു വയ്ക്കല്ലേ, മനസ്സിലായ? ഒരു തവണ അവളുമാർക്ക് കട്ട് തിന്നണതിന്റെ സുഖം മനസ്സിലായി കഴിഞ്ഞാൽ അവളുമാർ ജീവിതകാലം മൊത്തം കട്ട് തിന്നാനേ നടക്കുള്ളൂ. നമ്മളൊന്നും റിലേഷനിൽ പോയിട്ടുമില്ല, നമുക്ക് ഈ റിലേഷൻഷിപ്പ് എന്തെന്ന് അറിഞ്ഞും കൂടാ. നിങ്ങളൊക്കെ പറയണത് തന്നെയാണ് കാര്യം. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഉടനെ ചെന്ന് ബാക്കിയുള്ള എല്ലാവരെയും കൂടെ അങ്ങ് ചെന്ന് കേടാം. നിന്റെ കൂടെ റിലേഷൻഷിപ്പിൽ നിന്നൊരു പെണ്ണ് അവൾ നിന്റെ അടുത്ത് ഊമ്പിത്തരം കാണിച്ചിട്ട് നീ അതിന്റെ കാരണം ചോദിക്കുമ്പോഴത്തേക്ക് അവൾ ചിലപ്പോൾ അവളുടെ പാസ്റ്റിലെ റിലേഷൻഷിപ്പ് കാരണമാണ് അവളിങ്ങനെ കാളി അടിച്ചുകൊണ്ട് നടക്കണേന്ന് പറയുകയാണെങ്കിൽ നീ അവളോട് പറയാനുള്ളത്, പോ പുണ്ടച്ചി മോളെ, എനിക്ക് നിന്നെ വേണ്ട. എന്നിട്ട് മര്യാദയ്ക്ക് ജീവിച്ചു പോണ ഒരു പയ്യന്റെ ലൈഫിലോട്ട് കയറി വന്നിട്ട് അവന്റെ ജീവിതത്തിൽ അവന്റെ കൂടെ നിന്നിട്ട് എന്തിനാണ് അവന്റെ അടുത്ത് ഊമ്പിത്തരം കാണിക്കുന്നത്? നീയെ നശിച്ച് നീ എന്തിനാണ് ബാക്കിയുള്ളവന്മാരെ കൂടെ നശിപ്പിക്കാൻ നോക്കണത്? പുണ്ടച്ചി മോളെ. വൺസ് എ കാളി ഈസ് ഓൾവേസ് എ കാളി, അത്രേ പറയാനുള്ളൂ.